സിനിമാ താരമാകണമെന്ന വലിയ സ്വപ്നത്തോടെയാണ് അവൾ കൊച്ചിയിലെത്തിയത്. നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന സിനിമയിൽ അഭിനയിപ്പിക്കാമെന്നായിരുന്നു വാഗ്ദാനം. പറവിയുടെ രണ്ടാം ഭാഗത്തിൽ പ്രധാന റോൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതോടെ കമ്പനിയുടെ ഓഫീസിലേക്ക് അവൾ നേരിട്ടെത്തി. എന്നാൽ അവിടെ വെച്ച് യുവതിയെ അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു കടന്നുപിടിക്കാൻ ശ്രമിച്ചു. സിനിമയുടെ പേരിൽ കാസ്റ്റിംഗ് കൗച്ചിന് ഇരയായെന്നാണ് പരാതിക്കാരി പറയുന്നത്. ദിനിൽ ബാബുവിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ വേഫറർ ഫിലിംസുമായി ദിനിലിന് യാതൊരു ബന്ധവുമില്ലെന്ന് കമ്പനി പറയുന്നു. അതേസമയം പരാതി വ്യാജമാണെന്നും ഹണി ട്രാപ്പിനുള്ള ശ്രമമാണ് യുവതി നടത്തിയതെന്നും ദിനിൽ ബാബു ആരോപിച്ചു. സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വിളിച്ചുവരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതിയുടെ പരാതി. വേഫറർ ഫിലിംസിന്റെ അടുത്ത ചിത്രമായ പറവയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കുന്ന കാര്യം സംസാരിക്കുന്നതിനായി നേരിട്ട് കാണണമെന്നും കമ്പനിയുടെ ഓഫീസിലേക്ക് എത്തണമെന്നും ദിനിൽ ബാബു ആവശ്യപ്പെട്ടതായി യുവതി പറയുന്നു. റൂമിൽ കയറി ഉടനെ തന്നെ ഇയാള് ഡോർ ലോക്ക് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഡോർ എന്തിനാ ലോക്ക് ചെയ്തേ എന്ന് ചോദിച്ചപ്പോഴാണ് ആൾ എൻ്റെ അടുത്ത് ഡോർ എന്തിനാ ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആളുടെ അടുത്ത് മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് മെസ്സേജ് അയക്കുന്നുണ്ട്, എടാ എനിക്ക് പേടിയാവുക, നീ കയറി വാ, പെട്ടെന്ന് കയറി വാ, 304 നമ്പർ റൂമിലാണെന്നും പറഞ്ഞ് വിളിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളെന്നെ പുറകിൽ നിന്ന് ഇത് ചെയ്ത്. അപ്പം ഞാൻ തട്ടി മാറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആൾ സമ്മതിക്കുന്നില്ല. ആളിങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, എന്താ നിനക്ക് ഇനി സിനിമയിൽ, മലയാള സിനിമയിൽ നിന്നല്ല, സിനിമയിലേ ഇതുണ്ടാവില്ല, ഇതിന് നിന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ എനിക്ക് വേറെ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്, പക്ഷെ എന്താ പറയാ, നീ ഇപ്പൊ വന്ന സ്ഥിതിക്ക് എനിക്ക് വഴങ്ങിയേ പറ്റുള്ളൂ എന്നാണ് ആൾ പറയുന്നത്. എന്നാൽ ദിനിൽ ബാബുവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വേഫറർ ഫിലിംസ് അറിയിച്ചു. വേഫറിന്റെ ഒരു ചിത്രത്തിലും ദിനിൽ ഭാഗമല്ല. കാസ്റ്റിംഗ് കൗച്ചിന്റെ പേരിൽ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയതിന് ദിനിൽ ബാബുവിനെതിരെ പോലീസിനും ഫെഫ്കയ്ക്കും പരാതിയും നൽകി. അതേസമയം കാസ്റ്റിംഗ് കൗച്ച് പരാതി വ്യാജമാണെന്നും നടന്നത് ഹണി ട്രാപ്പിനുള്ള ശ്രമമാണെന്നും അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു വീഡിയോ സന്ദേശത്തിലൂടെ പ്രതികരിച്ചു. ഇപ്പോൾ ചാനലിലും സോഷ്യൽ മീഡിയയിലും എനിക്കിതൊരു അലിഗേഷൻ നടക്കുന്നുണ്ട്, ഞാനൊരു കാസ്റ്റിംഗ് കൗച്ച് നടത്തിയെന്ന് പറഞ്ഞിട്ട്. അതിൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേര് യൂസ് ചെയ്തെന്ന് പറയുന്നു. ഞാൻ ആ കമ്പനിയേക്കല്ല വിളിച്ചത്. അവരെന്നോട് എവിടെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പനിയുടെ ലാൻഡ്മാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. അവരിങ്ങോട്ട് വിളിച്ചതാണ്, അതിൻ്റെ ഫുൾ തെളിവ് എൻ്റെ അടുത്തുണ്ട്. അതുമാത്രമല്ല അവർ ഒരു ഹണി ട്രാപ്പിന് വേണ്ടി ചെയ്തതും എന്നോട് കാശ് ചോദിച്ചതിനും തെളിവ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ കാശ് കൊടുക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ ഈ കേസ് മൂവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ദിനിലിന്റെ ആരോപണങ്ങൾ യുവതി തള്ളി. വേഫറർ ഫിലിംസിന്റെ ഓഫീസിലേക്ക് ദിനിൽ വരാൻ ആവശ്യപ്പെടുന്ന ചാറ്റുകളും ഓഡിയോ സന്ദേശവും യുവതി പുറത്തുവിട്ടു. ഇന്ന് ഫ്രീ ആകാൻ പറ്റും, വരാൻ പറ്റും. ഇന്നലെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് പിന്നെ വിളിക്കാനിരുന്നതേ. എവിടെയുണ്ട്? ഞാനിപ്പോ വീട്ടിലാണല്ലോ. വീട് എന്ന് പറയുമ്പോ എടപ്പള്ളിയാണ്. എടപ്പള്ളി അല്ലേട്ടാ, ഇവിടെ വടുതല. ആയിക്കോട്ടെ, പനമ്പള്ളി വരാൻ പറ്റുമോ? വേഫെയർ ഓഫീസിന്റെ അവിടെ. അപ്പൊ എന്തിന്റെ ഇത് സംസാരിക്കാനേട്ടാ? പടത്തിന്റെ ഇതേ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്നലെ ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട്, പിന്നെ പെണ്ണുങ്ങളല്ലേ ലേറ്റ് ആയിട്ട് അപ്പൊ ഇന്ന് വന്ന നമുക്കൊരു 2 hours 3 hours മാക്സിമം. പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി.